വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ പറഞ്ഞു തരാ. വെള്ളിയാഴ്ച ദിവസം എന്റെ പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന നന്മകൾ നിങ്ങൾ ചെയ്താ അല്ലാഹുവേ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഉണ്ടാകില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കൂടുതൽ നന്മ ചെയ്ത ഒരു വെള്ളിയാഴ്ച ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ ഇനി പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണേ, ഈ പറയുന്ന നന്മകൾ നിങ്ങളൊന്ന് കേൾക്കണേ. അതിലൂടെ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച സുബ്ഹി നമസ്കാരം ജമാഅത്തായി വേണം നിസ്കരിക്കേണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മറ്റുള്ള ദിവസങ്ങളിലെ പോലെയല്ല, വെള്ളിയാഴ്ചത്തെ സുബ്ഹി നമസ്കാരത്തിന്റെ ജമാഅത്ത് മുടക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു സ്വലാത്തി ഇൻദ സ്വലാത്തി സുബ്ഹി യൗമൽ ജുമുഅത്തി ഫീ ജമാഅ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരം വെള്ളിയാഴ്ച ദിവസത്തിലെ ജമാഅത്തായിട്ടുള്ള സുബ്ഹി നമസ്കാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരം വെള്ളിയാഴ്ച ദിവസത്തിലെ ജമാഅത്തായിട്ടുള്ള സുബ്ഹി നിസ്കാരമാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഒരാളും നാളത്തെ വെള്ളിയാഴ്ച നാളത്തെ സുബ്ഹി നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആണുങ്ങൾ ജമാഅത്തായി പള്ളിയിൽ പോയി നിർബന്ധമായി നിസ്കരിക്കുക. അല്ലെങ്കിൽ പിന്നെ ഈ വഅദ് കൊണ്ടൊരു പ്രയോജനമില്ലാതെ പോകും. ഇത് പറയുന്നത് കൊണ്ടോ ഇത് കേൾക്കുന്നത് കൊണ്ടോ ഒരു പ്രയോജനമില്ലാതെ പോകും. അതുകൊണ്ട് ഒരു ചെവിയിലൂടെ കേട്ടും മറു ചെവിയിലൂടെ തള്ളിക്കളയാനുള്ളതല്ല. നാളെ ആരോഗ്യവും ആയുസ്സും അല്ലാഹു നൽകിയാൽ എല്ലാ ആണുങ്ങളും നിർബന്ധമായും പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കണം. തൻ്റെ ആമക്കളെ പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിപ്പിക്കണം. പെണ്ണുങ്ങൾ വീട്ടിൽ സുബ്ഹി നമസ്കാരം നിർബന്ധമായിട്ട് നിസ്കരിച്ചിരിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അല്ലാഹുവിൻ്റെ മുന്നിൽ ശ്രേഷ്ഠതയുള്ള നമസ്കാരമാണ് വെള്ളിയാഴ്ചത്തെ സുബ്ഹി നമസ്കാരം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ഫീ യൗമിൽ ജുമുഅ അല്ലാഹു ലഹു മിൻ നൂരി മാ ബൈനൽ ജുമുഅതൈൻ. നാളെ പള്ളിയിലേക്ക് സുബ്ഹി നമസ്കരിക്കാൻ കടന്നു വന്നു. സുബ്ഹി നമസ്കാരം കഴിഞ്ഞു. അല്ലാഹു നമുക്ക് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നാളെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ചെയ്യോ? ഇൻഷാ അല്ലാഹ് ആണോ അതോ മാഷാ അല്ലാഹ് ആണോ? ഉറപ്പിച്ചു പറ, ഇൻഷാ അല്ലാഹ് ചെയ്യുമോ? ചെയ്യോ? അൽഹംദുലില്ലാഹ്, അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര് എഴുതിയെടുക്കണമെന്നുള്ളവർക്ക് എഴുതിയെടുക്കാം ഇൻഷാ അല്ലാഹ്. ഈ പറയുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ സമാധാനത്തിൽ കയറിയിട്ട് ഈ വഅദ് ഇൻഷാ അല്ലാഹ് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ഒന്ന്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വെള്ളിയാഴ്ച സുബ്ഹി നിസ്കാരത്തിന് മുമ്പ്, നിസ്കാരത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നാളെ രാവിലെ സുബ്ഹി നമസ്കാരത്തിന് മുമ്പ് 3 പ്രാവശ്യം ആരെങ്കിലും ഈ പറയുന്ന ഒരു ദിക്ർ പറഞ്ഞാൽ അവന്റെ സർവ്വ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാൻ പറയുന്ന ഒരു ദിക്ർ നാളെ സുബ്ഹിയുടെ ജമാഅത്ത് നിസ്കാരത്തിന് മുമ്പായിട്ടൊരു 3 പ്രാവശ്യം പറയുന്നതിലൂടെ പ്രഭാതത്തിൽ തന്നെ നിന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാ. നാളെ സുബ്ഹിക്ക് മുമ്പായിട്ട് തന്നെ നമ്മുടെ പാപങ്ങൾ നമുക്ക് കഴുകി ശുദ്ധമാക്കാൻ കഴിയും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? അസ്തഗ്ഫിറുല്ലാഹല്ലദീ
ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. 3 പ്രാവശ്യം പറയണം. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. കടലിന്റെ തിരമാലകളോളം നീ പാപം ചെയ്താലും നിന്റെ പാപം അല്ലാഹു പുറത്തു തരുമെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഏതാ ദിക്ർ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ അസ്തഗ്ഫിറുല്ലാഹ് തന്നെ അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. എത്ര പ്രാവശ്യം? എപ്പോഴാ പറയണ്ടേ? സുബഹി കഴിഞ്ഞല്ല, സുബഹിക്ക് മുമ്പ്. സുബഹിക്ക് മുമ്പ്. സുബഹിയുടെ ബാങ്ക് കേട്ട എന്നാന്ന് അള്ളാഹുവിന് മാത്രമേ അറിയത്തുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സുബഹിയുടെ ബാങ്ക് എന്നാ കേട്ടിട്ടുള്ള നമ്മള് 27-ാം രാവിലെ ഈ പള്ളിയിൽ വന്ന് സുബഹി നിസ്കരിക്കുന്നവരാ നമ്മളൊക്കെ. പക്ഷെ നമ്മളിൽ എത്ര പേരാ സുബഹിയുടെ ബാങ്ക് കേൾക്കണത്? ചിന്തിച്ചു ചോദിക്കുക. മാർക്കറ്റിൽ നിൽക്കണവരൊക്കെ കേൾക്കണുണ്ടാവില്ലേ? നിസ്കരിക്കും, പക്ഷെ ബാങ്ക് അതാ പറഞ്ഞു. സുബഹിയുടെ മുമ്പ് 3 പ്രാവശ്യം അൽഹംദുലില്ലാഹ് ഈ ദിക്ർ നിങ്ങൾ പറയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2 കൊറോണ. എന്താ മുസമ്മിൽ ഉസ്താദ് ഇരിക്കുമോല്? നിങ്ങളുടെ ഖിറാഅത്തില്ലാത്തതുകൊണ്ട് പറ്റിയില്ല. ഇൻഷാ അല്ലാഹ്. 2 ജീവിതത്തിൽ വലിയ പ്രയാസം. കച്ചവടം ഇല്ല. ഓണത്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു ഇല്ലേ? ഇനി പണം ഉണ്ടാവണം. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈ പറയുന്ന ദിക്ർ ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം 70 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ സാമ്പത്തിക ഭദ്രത അവനുണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ ആനത്ത് ഞാൻ വെറുതെ അല്ല, കിതാബിന്റെ പേര് വരെ പറയാം. ആനത്ത് എന്ന് പറയുന്ന കിതാബിലുണ്ട്. ഈ പറയുന്ന ദിക്ർ 70 പ്രാവശ്യം വെള്ളിയാഴ്ച രാവിലെ പറയുന്നതിലൂടെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത, ഒരു ഉറപ്പ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അത് പറയാൻ അറിയല്ലേ? അതില്ലെങ്കിൽ പിന്നെ എന്താ? അല്ലാഹുമ്മ അഇന്നി ബിഫളിക അമ്മൻ സിവാക വബിഹാലിക അൻ ഹറാമിക എന്ന് പറയുന്ന ഈ ദിക്ർ. അല്ലാഹുമ്മ അഇന്നി ബിഫളിക അമ്മൻ സിവാക വബിഹാലിക അൻ ഹറാമിക എന്ന് പറയുന്ന ഈ ഒരു ദിക്ർ എന്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും 2 വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് ആരെങ്കിലും ഒരു മനുഷ്യന് 70 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുമ്മ അഇന്നി ബിഫളിക അല്ലാഹുമ്മ അഇന്നി ബിഫളിക അമ്മൻ സിവാക വബിഹാലിക അൻ ഹറാമിക എന്ന് 70 പ്രാവശ്യം ഏതെങ്കിലും ഒരു മനുഷ്യനെ പറഞ്ഞു കഴിഞ്ഞാൽ 2 വെള്ളിയാഴ്ചയ്ക്ക് മുമ്പായി നിനക്ക് ഐശ്വര്യം തേടി വരുമെന്ന് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ. 70 പ്രാവശ്യം ഈ പറയുന്ന ഒരു ദിക്ർ നിങ്ങൾ പറയുന്നതിലൂടെ ഒരുപാട് കാത്തിരിക്കണ്ട. 2 വെള്ളിയാഴ്ചകൾ വെയിറ്റ് ചെയ്യൂ. ആ 2 വെള്ളിയാഴ്ചകൾക്കിടയില് അല്ലാഹു നിനക്ക് സാമ്പത്തിക ഭദ്രത നൽകുമെന്ന് മഹാനായ സയ്യിദുനാ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരികയാ. 3 വെള്ളിയാഴ്ച മരിക്കുന്നവന് ഖബറിന്റെ അകത്ത് ശിക്ഷയില്ലല്ലോ, ഖബറിന്റെ അദാബില്ലല്ലോ, അവന് ഷഹീദിന്റെ കൂലിയാണല്ലോ. വെള്ളിയാഴ്ച മരിക്കുന്നവന് ഷഹീദിന്റെ കൂലിയാ, ആർക്കും സംശയമില്ലല്ലോ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു വഹബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മഹാനവറുകൾ പറയുകയാണ്, എല്ലാ വെള്ളിയാഴ്ചയും ഈ പറയുന്ന ഒരു കാര്യം പതിവാക്കിയാൽ അവൻ മുസ്ലിമായിട്ടേ മരിക്കൂ എന്ന് മഹാനായ വഹബ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാ. ഈ പറയുന്ന ഒരു ദുആ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 5 വട്ടം ചൊല്ലണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നാളത്തെ നമ്മുടെ വിഷയം ആത്മഹത്യയെ കുറിച്ചാ. പഠിക്കണം നാളെ. ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ വൈകിട്ടും കണ്ടു,
കൊറോണ രോഗം പിടിച്ചു ഭാര്യയെയും കുട്ടിയും സൗദിയിൽ വെച്ചു മരിച്ചു. ചെറുപ്പക്കാരൻ നാട്ടിൽ വന്ന് ആത്മഹത്യ ചെയ്തു, തൂങ്ങി. ഇപ്പം വല്ലാതെ ആത്മഹത്യ പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ ആത്മഹത്യ ചെയ്യാവോ, ചെയ്യുന്നവൻ ഇവിടെ വെച്ച് തീരുവോ, അതോ അങ്ങോട്ട് പോയാൽ കിട്ടുവോ? ഇതിനെക്കുറിച്ച് നാളെ ചർച്ച ചെയ്യാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറയുന്ന ഈ ഒരു ബൈത്ത് നിങ്ങളൊക്കെ നല്ലതുപോലെ പഠിച്ചു വെക്കാം. വെള്ളിയാഴ്ച 5 പ്രാവശ്യം നിങ്ങൾ പറയണം. വെള്ളിയാഴ്ച ദിവസം 5 പ്രാവശ്യം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ?